ഹായ് ഫ്രണ്ട്സ്, ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യമേ തന്നെ എനിക്കൊരു താങ്ക് യു പറയാറുണ്ട്. കാരണം ഞാൻ കുറച്ച് ഈ ഇടയ്ക്കായിട്ട് കുറേ ഷോർട്ട് വീഡിയോസൊക്കെ യൂട്യൂബിൽ ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അത്യാവശ്യം വ്യൂവേഴ്സ് ഉണ്ട്. അത്യാവശ്യം വ്യൂവേഴ്സ് മീൻസ് ഒരു 1K അബോവ് വ്യൂവേഴ്സായി. അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ് ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ കാട്ടിൽ അമ്പലത്തിൽ പോവാണ്. ഞാനും ഫാമിലിയായിട്ട് പോവാണ് ഗൈസ്. ഇതിൻ്റെ കൂടെ ഇരിക്കുന്ന ആദ്യമാണ്. കാട്ടിൽ അമ്പലത്തിൽ ചവറയിലാണ് ഇതിൻ്റെ സ്ഥലം എന്ന് പറയുന്നത്. ചവറ ശങ്കരമംഗലം ജങ്കാർ ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. നമ്മളിതുപോലെ ബോട്ട് സർവീസ് യൂസ് ചെയ്താണ് പോകുന്നത്. പിന്നെ വേറൊരു വഴിയുണ്ട്, അതുവഴി നമ്മൾ വന്നിട്ടില്ല. ബോട്ടിലല്ലാതെയും ഡയറക്റ്റ് വരാൻ പറ്റും. അങ്ങനെ ബോട്ടിലാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. പണ്ട് ഒത്തിരി പ്രാവശ്യം വന്ന് മണിയൊക്കെ ഇട്ടിട്ടുള്ളതാണ്. പിന്നെ ഇവിടുത്തെ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ മനസ്സിലൊരു കാര്യം വിചാരിച്ചിട്ട് ആഴ്ചയിൽ 7, അതായത് എല്ലാ ആഴ്ചയിലും കണ്ടിന്യൂസ് ആയിട്ട് 7 പ്രാവശ്യം വന്ന് മണി കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം സഫലമാവുന്നതാണ് ഇവിടുത്തെ ഒരു എന്താ പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത്. അങ്ങനെ വൈകുന്നേരമായിരുന്നു ഞങ്ങൾ പോയത്. അധികം ആളില്ലായിരുന്നു. സൺഡേ ഒക്കെ ആണെങ്കിൽ പകൽ നല്ല തിരക്കാണ്. പിന്നെ ആദ്യമേ തന്നെ നമ്മൾ മണിക്കുള്ള റെസിപ്റ്റും കാര്യങ്ങളൊക്കെ എഴുതിയായിരുന്നു ഗൈസ്. ഇതിൻ്റെ തൊട്ട് പുറകിലായിട്ട് ചുറ്റിലും കടലാണ്. ഞങ്ങൾ ഫസ്റ്റ് അങ്ങോട്ട് പോയി, ഞാൻ ആദി ഒക്കെ ആയിട്ട് അങ്ങോട്ട് പോയി, ജസ്റ്റ് അവിടെ പോയിന്ന് കാണാനായിട്ട്. അങ്ങനെ ഇതാണ് നമ്മുടെ അമ്പലത്തിനോട് ചേർന്നുള്ള കടൽ. അറിയാമല്ലോ, കഥകളൊക്കെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. സുനാമി സമയത്തൊക്കെ ഇവിടെയൊക്കെ ഒരുപാട് വെള്ളം വന്നതാണ്. അപ്പോൾ ഈ അമ്പലത്തിന് ഒരു കേടുപാട് സംഭവിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് നടന്നത്. അത് ഈ അമ്പലത്തിൻ്റെ ഒരു ശക്തിയാണ്, ഇവിടുത്തെ ദൈവത്തിൻ്റെ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ഇവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. നല്ല കാറ്റുണ്ടായിരുന്നു. കണ്ടോ, എനിക്ക് തോന്നുന്നു ഞാനൊരു 3 വർഷത്തിന് ശേഷമാണ് തോന്നുന്നു കാട്ടിലമ്പലത്തിൽ തൊഴാൻ വരുന്നത്. ഇപ്പോൾ ടൈം കിട്ടിയതെന്നാണ്. എനിക്ക് പോകണം എന്നും പറഞ്ഞൊക്കെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഫൈനലി ഈ ടൈമിലാണ് ഇപ്പോൾ ഒത്തു വന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പം അമ്പലത്തിലോട്ട് വന്നത് ഗൈസ്. ആദ്യം ഇവയൊക്കെ നല്ല ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു. ഓടിക്കളിക്കുമായിരുന്നു. കാരണം നല്ല മണലൊക്കെ അല്ലേ, അത് കാരണം. ഒന്ന് രണ്ട് മൂന്നാല് അമ്പലത്തിൽ കയറി തൊഴണം, അടുത്തടുത്തായിട്ടുള്ള. അവിടെ എല്ലാം കയറി തൊഴുതു. നല്ലൊരു വൈബായിരുന്നു. വൈകുന്നേരം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ടൈമിൽ വരുന്നത്. ഇതിനു മുമ്പെല്ലാം ഞാൻ പകലാണ് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ പൊങ്കാല വെക്കുന്നിടത്തോട്ട് പോയി. ഇവിടെയാണ് പൊങ്കാല ഇടുന്നത്. അങ്ങനെ അമ്മയാണ് ഇടുന്നത് പൊങ്കാല. ഈ പൊങ്കാല പായസം നല്ല ടേസ്റ്റാണ്. അതിൻ്റെ വെള്ള പായസമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ ഞങ്ങൾ മണി വാങ്ങിക്കാനായിട്ട് പോയി. മണി ഓൾറെഡി വാങ്ങിച്ചായിരുന്നു. മണി റെസിപ്റ്റും ഒക്കെ ആയിട്ട് നമ്മളിനി മണി കെട്ടുന്ന ഏരിയയിലോട്ട് പോകും. ഇവ മണി കെട്ടുവാണ്. കേട്ടോ, ഇവിടെ ഒരുപാട് പേര് കെട്ടിയ മണിയാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് മണികളുണ്ട്. എനിക്ക് തോന്നുന്നു 1 ലക്ഷക്കണക്കിന് മണികളുണ്ടെന്നാണ് തോന്നുന്നത്. ഇത് കൗണ്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. നല്ല ശരിക്കുണ്ട്. ഓരോരുത്തരും ഓരോ ആഗ്രഹം പറഞ്ഞ് കെട്ടുന്ന മണികളാണിത് മൊത്തം. അങ്ങനെ ഞാനും കെട്ടി. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ എന്നാലും കെട്ടി. ഞാനൊന്നും ഒരു ആഗ്രഹവും പറഞ്ഞില്ല, ഇന്ന ആഗ്രഹം സാധിക്കണമെന്നൊന്നും പറഞ്ഞില്ല. പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഞാൻ കെട്ടി.
അങ്ങനെ മണിയൊക്കെ കെട്ടി നമ്മൾ വീണ്ടും കടൽ തീരത്തോട്ട് ജസ്റ്റ് ഒന്ന് പോയായിരുന്നു. അവിടെ ഒന്നും ആരും ഇല്ലായിരുന്നു, അധികം ആളുകൾ കുറവായിരുന്നു, നല്ല ഇരുട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിക്കാൻ നോക്കി. അതുവഴി വന്നപ്പോൾ ഒരു പാനിപ്പൂരി ഇരിക്കുന്ന ഒരു ഏരിയ കണ്ട്. അപ്പോൾ അവിടെ പോയി ഞാൻ പാനിപ്പൂരി കഴിച്ചു, ഒരു പ്ലേറ്റും. പാനിപ്പൂരി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നേരത്തെ ബോംബെയിലൊക്കെ വന്ന സമയത്ത് ഒരുപാട് പാനിപ്പൂരി കഴിക്കുമായിരുന്നു. ഇവിടെ നമ്മൾ എല്ലായിടത്തും ഒന്നും കിട്ടത്തില്ല പാനിപ്പൂരി, ഇതുപോലുള്ള ഉത്സവ ഏരിയകളിലൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ ആദിക്കൊക്കെ ഒരു ബബിൾസ് ഇല്ല, കോമള വീർപ്പിക്കുന്ന ഒരു സാധനം വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു പുറയിലായിരുന്നു ആദ്യമൊക്കെ. ഞങ്ങൾ തിരിച്ചപ്പോൾ ഒരു 8:30 കഴിഞ്ഞു കേട്ടോ. 8:30 കഴിഞ്ഞു. 5 മണി ആയപ്പോഴേ ഞങ്ങൾ പോയത്. 5 മണി ആയപ്പോൾ പോയി. ഒരു 5:30 6 മണിയൊക്കെ ആയപ്പം കാട്ടിൽ അമ്പലത്തിൽ ചെന്നു. ഒരു 2-2.5 മണിക്കൂർ അമ്പലത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ജങ്കാറിൽ തന്നെയാണ് അക്കരയ്ക്ക് എത്തുന്നത്. കാരണം വേറെ ട്രാൻസ്പോർട്ടേഷൻ ഇല്ല. ഇതായിരുന്നു ഒരു ചെറിയൊരു വ്ളോഗ് ഗൈസ്. അപ്പം ഞാൻ വീണ്ടും അടുത്തൊരു ലോങ് വീഡിയോ ആയിട്ടൊക്കെ വരാൻ ട്രൈ ചെയ്യാം. പിന്നെ വേറൊന്നുമില്ല ഗൈസ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ എൻ്റെ ചാനലിൽ കൂടെ അറിയിക്കണം. മീൻസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാത്തവരൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ വേറൊന്നുമില്ല ഗൈസ്. അടുത്തൊരു വ്ളോഗായിട്ട് ഞാൻ വരുന്നതായിരിക്കും. കണ്ടോ, സന്ധ്യയായി ഗൈസ്. അപ്പോൾ വേറൊന്നുമില്ല, പോവാണ് ഗൈസ്. പുതിയ വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ ഗൈസ്.